welcome back to my channel. ഇന്ന് അസിസ്റ്റന്റ് ഗ്രേഡ് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് വീഡിയോസിലൂടെ പരിചയപ്പെടുത്തുന്നത്. സിലബസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The brain of a computer system is A. Arithmetic and logic unit, B. Central processing unit, C. Peripheral unit, D. Control unit. ആൻസർ ബി ആണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് CPU ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An input device that interprets pencil or pen marks on paper media is options A. Optical mark reader, B. Punch card reader, C. Optical scanner, D. Plotters. കമ്പ്യൂട്ടിങ്ങിൽ ഇൻപുട്ട് ഡിവൈസ് എന്നാൽ ഇതൊരു പീസ് ഓഫ് എക്യുപ്മെൻ്റ് ആണ്. ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനും സിഗ്നൽ കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ്. എക്സാമ്പിൾ കീബോർഡ്, മൗസ്, സ്കാനർ, ക്യാമറ, എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം ഫിഷിംഗ് ഈസ് ഓപ്ഷൻസ് നോക്കാം. എ. ആൻ അറ്റംപ്റ്റ് ഫോർ അൺഓതറൈസ്ഡ് ആക്സസ് ടു എ യൂസേഴ്സ് സിസ്റ്റം ബൈ pretending to be the user. B. An attempt to obtain sensitive information from the computer system. C. The process of sending same message to a large number of internet users. ലോഗിൻ ക്രെഡൻഷ്യൽ, അതുപോലെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് ഉൾപ്പെടെയുള്ള യൂസേഴ്സിൻ്റെ ഡാറ്റ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്കാണ് ഫിഷിംഗ്. സോ ആൻസർ ബി ആണ്. An attempt to obtain sensitive information from the computer system. Next question. An IT Act in India was amended in options A. 2004, B. 2006, C. 2011, D. 2008. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് IT Act അമെൻഡ് ചെയ്ത ഇയർ ഏതാണ് എന്നുള്ളതാണ്. അമെൻമെൻറ്റ് വരുത്തിയത് 2008 IT Act ഓൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ മെയ് 2000 ആണ്. ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് 17th October 2000 അമെൻമെൻറ്റ് ഇന്ത്യയിൽ അമെൻമെൻറ്റ് വരുത്തിയത് 2008 അതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കിയത്, അമെൻമെൻറ്റ് വരുത്തിയതിന് ശേഷം പാസ്സാക്കിയ ഇയർ ചോദിക്കുകയാണെങ്കിൽ 2009 ആണ്. ഒക്ടോബർ 2009 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. URL stands for A. Uniform Resource Locator, B. Universe Reform Locator, C. Uniform Reform Locator, D. Universe Resource Locator. ആൻസർ A ആണ്. Uniform Resource Locator. URL is a unique identifier used to locate a resource on the internet. Next question. Which of the following programming language is classified as low-level language? A. COBOL, B. Fortran, C. Java, D. MAS. ആൻസർ ഡി MASM ആണ്. MASMൻ്റെ ഫുൾ ഫോം മൈക്രോസോഫ്റ്റ് മാക്രോ അസംബ്ലർ എന്നതാണ്. ഇതൊരു x86 അസംബ്ലർ ആണ്. MS-DOS, മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്നിവയ്ക്കായി ഇന്റൽ സിൻഡസിനായി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DES സ്റ്റാൻഡ്സ് ഫോർ. ഇതിൽ ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. ഡിജിറ്റൽ ഇവാലുവേഷൻ സിസ്റ്റം, ഡിജിറ്റൽ എൻക്രിപ്ഷൻ സിസ്റ്റം, ഡിജിറ്റൽ എൻക്രിപ്ഷൻ സിസ്റ്റം, ഡിജിറ്റൽ ഇവാലുവേഷൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കുള്ള ആൻസർ ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. ഈ 4 ഓപ്ഷൻസും തെറ്റാണ്. ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ് കറക്റ്റ് ആൻസർ. ഡിജിറ്റൽ ഡാറ്റയുടെ എൻക്രിപ്ഷനുള്ള സിമെട്രിക് കീ അൽഗോരിതമാണ് DES, അതായത് ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The program that monitors users' activity on internet and transmit that information in background to somewhere else is termed as options A. spyware, B. adware, C. malware, D. firmware. ആൻസർ എ ആണ്. സ്പൈവെയർ. ഇൻ്റർനെറ്റിലെ യൂസേഴ്സിൻ്റെ ആക്ടിവിറ്റി നിരീക്ഷിക്കുകയും ആ ഇൻഫോർമേഷൻ മറ്റെവിടെയെങ്കിലും കൈമാറുകയും ചെയ്യുന്ന പ്രോഗ്രാമാണ് സ്പൈവെയർ. The next question. The process of recovering deleted and damaged files from criminals' computers comes under options നോക്കാം. A. computer animation, B. computer graphics, C. computer forensics, D. computer organization. കമ്പ്യൂട്ടർ ഫോറൻസിക്സ് എന്നത് ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടർ ഡിവൈസിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള അന്വേഷണത്തിനും അതേപോലെ തന്നെ അനലൈസ് ടെക്നിക്കിനും ഉള്ളതാണ്. The next question. HTML is an acronym for. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ഓപ്ഷൻസ് നോക്കാം. A.
Hypertext Machine Language, B. Hypertransfer Machine Language, C. Hypertext Markup Language, D. Hypertransfer Markup Language. Answer C ആണ് Hypertext Markup Language. Then next question, first digital state of India. Options നോക്കാം. A. മധ്യപ്രദേശ്, B. ഗുജറാത്ത്, C. ബംഗാൾ, D. കേരള. Answer D ആണ് കേരള. The next question, Uridam is constructed across the river. Options A. Jhelum, B. Chenab, C. Ravi, D. Beas. Answer A ആണ് ജലം. ജമ്മു കാശ്മീരിലെ ബരാമുല ഡിസ്ട്രിക്റ്റിലെ യുറിക്ക് സമീപം ജലം നദിയിലുള്ള 480 മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രോണിക് പവർ സ്റ്റേഷനാണ് യുറി ഡാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ലൈൻ ഓഫ് കൺട്രോളിൻ്റെ വളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 10 കിലോമീറ്റർ ടണൽ, അതായത് തുരങ്കമുള്ള ഒരു കുന്നിൻ കീഴിലാണ് ഈ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. The next question, Government of India decided to demonetize ₹500 and ₹1000 currency notes with effect from. Options നോക്കാം. A. 5th November 2016, B. 8th November 2016, C. 5th December 2016, D. 8th December 2016. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻസർ B ആണ് 8 November 2016. The next question, who is regarded as the official historian of Indian National Congress? Options A. J.B. Kripalani, B. Sardar Vallabhbhai Patel, C. Pattabi Sitaramayya, D. Gopalakrishna Gokhale. Option C ആണ് പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹം ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനും ആന്ധ്രാപ്രദേശിലെ പൊളിറ്റിക്കൽ ലീഡറും ആയിരുന്നു. The next question, who was the Governor General of India during the revolt of 1857? Options നോക്കാം. A. Lord Canning, B. Lord Ripon, C. Lord Dalhousie, D. Lord Curzon. Answer A ആണ് Lord Canning. 1856 to 1862 വരെ ലോർഡ് കാനിങ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു. The next question, the Indian struggle is the autobiography of. Options നോക്കാം. A. C.R. Das, B. ചന്ദ്രശേഖർ ആസാദ്, C. ബിപിൻ ചന്ദ്രപാൽ, D. സുഭാഷ് ചന്ദ്രബോസ്. ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ഓട്ടോബയോഗ്രഫി ആണ് എന്നുള്ളതാണ്. ആൻസർ D ആണ് സുഭാഷ് ചന്ദ്രബോസ്. The next question, the President of India who announced the emergency of 1975. Options നോക്കാം. A. V.V. Giri, B. Dr. Zakir Hussain, C. Fakhruddin Ali Ahmad, D. നീലം സഞ്ജീവ റെഡ്ഡി. ആൻസർ സി ആണ് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യൻ അടിയന്തരാവസ്ഥ 1957 to 1977. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണമായ 18 മാസങ്ങളായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഉപദേശപ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സെക്ഷൻ 352 അനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. The last question, the Supreme Court of India was started functioning from. Options നോക്കാം. A. 1950 January 26, B. 1950 January 28, C. 1951 January 26, D. 1951 January 28. ഇന്ത്യയിൽ സുപ്രീം കോർട്ട് ഫംഗ്ഷനിങ് ചെയ്ത ഇയർ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ B ആണ് 1950 January 28. ഇത്രയുമാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ആവശ്യം ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. So friends, I hope you enjoy this video. Please like the video and subscribe my channel. Don't forget to click bell icon. All the best. Thanks for watching.